ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് പൊതുവെ എല്ലാവരും പറയില്ലേ പാൽപ്പല്ലാണ്, അപ്പോൾ അതുകൊണ്ട് ആ പല്ലിൽ നമുക്ക് പിന്നെ കേട് വന്നാലും കുഴപ്പമൊന്നുമില്ല, എന്ത് വേണേലും അത് കഴിച്ചോട്ടെ, എങ്ങനെ വേണേലും നടന്നോട്ടെ എന്ന്. പക്ഷെ ഇപ്പൊ ഒരുപാട് ന്യൂ മദേഴ്സ് പറയുന്ന കേൾക്കാറുണ്ട് 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ പല്ല് വരുമ്പോൾ തൊട്ട് കുഞ്ഞിന് ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നൊക്കെ. അപ്പൊ ഞാനൊക്കെ എൻ്റെ വീട്ടിലൊരു ബ്രഷ് ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്കുള്ള ബ്രഷ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചപ്പോൾ എൻ്റെ അമ്മയൊക്കെ തലകുത്തി കിടന്ന് ചിരിക്കുകയായിരുന്നു, ഇത് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സത്യത്തിൽ ഇതൊരു നെസസിറ്റി അല്ലേ? വെരി മച്ച് നെസസിറ്റി ആണല്ലേ? അതെ അതെ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അവര് അത് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മള് ഇപ്പൊ ഈ വാങ്ങിക്കുന്ന ബ്രഷിനേക്കാളും കൊച്ചു കുട്ടികളിൽ എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത് ക്ലോത്ത് ആണ് കേട്ടോ. ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ട്, ഒരു കോട്ടൺ ക്ലോത്ത് എടുത്ത് ഇത്തിരി ഒന്ന് നനച്ചിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി പല്ലില്. കുഞ്ഞ് 1-2 പല്ലോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വൃത്തിയായിട്ട് നമ്മൾ വെക്കണം. കുട്ടികളുടെ പല്ലിന്റെ ഇനാമല് ഭയങ്കര തിന്നാണ്, പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ഇവര് എന്തെങ്കിലുമൊക്കെ സ്വീറ്റോ ഷുഗറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിച്ചു തുടങ്ങുന്ന ഒരു സമയം കൂടെ ആണെന്നുണ്ടെങ്കിൽ കേരീസിന്റെ എമൗണ്ട് കൂടും. അതുകൊണ്ടാണ് ഒരു കാര്യം കുട്ടികൾക്ക് ഷുഗർ പെട്ടെന്ന് കൊടുക്കരുതെന്ന് പറയാറുള്ളത്. സ്വീറ്റ്സ് ക്യാൻഡീസ് ഒക്കെ ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഏത് പ്രായം തൊട്ട് ആദ്യത്തെ പല്ല് വരുമ്പോ തൊട്ട് നോക്കിയാൽ മതിയോ ആദ്യത്തെ സംരക്ഷണം എന്ന് പറയുന്ന ഏരിയ? യെസ്. പിന്നെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ഉണ്ടാവുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു ഇഷ്യൂസ് ഉണ്ടാവാം, പാലറ്റിന്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണം, ടങ് ടൈ ഉണ്ടെങ്കിൽ. അതല്ലാതെ പല്ല് വന്ന് തുടങ്ങുമ്പോൾ തന്നെ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്.